സംസ്ഥാന വ്യാപകമായി സംയുക്ത കായിക അധ്യാപക സംഘടന നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ചെറുപ്പളശ്ശേരി ഉപജില്ലാ കായിക മേള നടക്കുന്ന ഗ്രൗണ്ടിൽ അധ്യാപകർ വായമൂടിക്കെട്ടി സമരം നടത്തി. സബ് ജില്ലയിലെ സീനിയർ കായിക അധ്യാപകൻ സന്തോഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഉൾപ്പെടെ 90ഓളം വിദ്യാലയങ്ങളുള്ള സബ് ജില്ലയിൽ ആകെ 11 കായിക അധ്യാപകർ മാത്രമാണുള്ളത്. എല്ലാ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായിക വിദ്യാഭ്യാസം കിട്ടുന്ന അവസരമുണ്ടാക്കണമെന്ന് സന്തോഷ് മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 3 വർഷത്തോളമായി സംസ്ഥാനത്തെ മുഴുവൻ കായികാധ്യാപകരും സ്കൂളിലെ കായിക പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ്. മുഴുവൻ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിച്ചുകൊണ്ട് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പരിഗണന നൽകണമെന്ന് സംയുക്ത കായിക സംഘടനാ അംഗവും അധ്യാപകനുമായ സന്തോഷ് മാസ്റ്റർ പറഞ്ഞു. അവഗണന തുടർന്നാൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 വർഷത്തോളമായി സംസ്ഥാനത്തെ മുഴുവൻ കായികാധ്യാപകരും സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ വിട്ടുനിൽക്കുന്ന ഒരു പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സബ് ജില്ലയിലെ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി, പൊതുജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി ഇവിടെ സൂചിപ്പിക്കുന്നു. ഇവിടെ ആകെ ഈ സബ് ജില്ലയില് 10 കായിക അധ്യാപകരാണുള്ളത്. അതേ സ്ഥാനത്ത് ഇവിടെ 85ലധികം വിദ്യാലയങ്ങളില് 10,000-കണക്കിന് കുട്ടികൾക്ക് കായിക അധ്യാപകരുടെ സേവനമില്ലാത്തൊരു സാഹചര്യത്തില് മുഴുവൻ വിദ്യാലയങ്ങളിലും കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പരിഗണന നൽകിക്കൊണ്ട് LP തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ മേഖലയിലെ കുട്ടികൾക്കും ഈ രീതിയിലുള്ള കായിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി നമ്മൾ നിരവധി തവണ മാറി മാറി വരുന്ന സർക്കാരുകളോട് ആവശ്യപ്പെടുകയും പക്ഷെ നാളിതുവരെയായിട്ട് അതിന് യാതൊരു തര തീരുമാനം ഉണ്ടാവുന്ന കാര്യത്തില് കേരളത്തിലെ മുഴുവൻ കായിക അധ്യാപകരും ഈ കായിക മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കാണ്. പക്ഷേ കുട്ടികളുടെ അവസരം, അവരുടെ ഐറ്റങ്ങള് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ അവരോട് സഹകരിക്കുന്നു. ഈ മേളയിൽ പങ്കെടുക്കുന്ന ഒരാൾക്കും തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ മേളയോട് സഹകരിക്കുന്നതിന് ഒരു തീരെ താല്പര്യമില്ല. പക്ഷേ വളർന്നു വരുന്ന കുരുന്നുകളുടെ മേള ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇവരോട് സഹകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി ഈ സംയുക്ത കായിക സംഘടന മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു. MP അനിൽകുമാർ, സുധീപ് ഗുപ്ത, രാജേഷ്, ഷാഹുൽ, സരിത എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.